ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലിനെയും വിവേകിനെയുമാണ്. ശ്യാമയുടെയും അമൃതയുടെയും വഴക്കിനെ കുറിച്ചൊക്കെ വിവേകിനോട് അഖിൽ പറയുമ്പോൾ വിവേക് പറയുകയാണ്, ശ്യാമയുടെ ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനം വേണമെങ്കിൽ ഇപ്പോൾ ഒരു പാട്ട് പാടണം. നമുക്ക് എന്താണെങ്കിലും റെക്കോർഡിങ് അടുത്ത ആഴ്ചത്തേക്ക് തന്നെ വെക്കാം. വേണ്ട വിവേകെ, എനിക്ക് തോന്നുന്നില്ല ഈ മാനസികാവസ്ഥയിൽ ശ്യാമ പാടാൻ വരുമെന്ന്. ഇത് കേൾക്കുന്ന വിവേക് പറയുകയാണ്, പാടിച്ചേ പറ്റൂ. കമ്പനി മേധാവിയായ ശ്യാമയല്ല, പാട്ടുകാരിയായ ശ്യാമയാണ് ലോകത്തിന് വേണ്ടത്. പാട്ട് ഇതിനോടകം തന്നെ ജനങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പാട്ട് കൂടിയാകുമ്പോഴേ കൃഷ്ണതുളസി കൂടുതൽ വൈറലായി മാറും. എടാ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ശ്യാമയ്ക്കിപ്പോൾ ഏറ്റവും പ്രധാനം 15-ാം തീയതി നടക്കാൻ പോകുന്ന ചടങ്ങാണ്. അവള് അതിനുവേണ്ടി കൊതിച്ചു നിൽക്കുകയാണ്. പിന്നെ ഈ അമൃതയിടത്തിയുടെ പിണക്കവും മാറ്റാനും. ശ്യാമയ്ക്കിപ്പോൾ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല. തുടർന്ന് വിവേക് ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഒരു പാട്ടോടുകൂടി എല്ലാം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാൻ പോവുകയാണല്ലേ, അഭിനന്ദനങ്ങൾ. അഖിൽ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. താനപ്പോ ഇതോടുകൂടി പാട്ട് പാടുന്നത് നിർത്താൻ പോവുകയാണോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് വിവേക് പറയുകയാണ്, ഇതിനോടകം തന്നെ ജനങ്ങള് കൃഷ്ണതുളസിയുടെ പാട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പാട്ട് നമ്മളുടൻ തന്നെ റെക്കോർഡ് ചെയ്യും. ഭഗവാന്റെ മുന്നിൽ വെച്ച താൻ എന്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയത്. എനിക്ക് തന്നോടിപ്പം അത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ എന്താണെങ്കിലും ഇത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ആഴ്ച റെക്കോർഡിംഗ് തനിക്ക് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അത്രയും പറഞ്ഞ് വിവേക് കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് വിവേക് അഖിലിനോട് പറയുകയാണ്, ശ്യാമയെ റെക്കോർഡിങ്ങിന് കൊണ്ടുവരേണ്ടത് അഖിലിന്റെ കടമയാണ്. ശരിയിടോ, താൻ സ്റ്റുഡിയോ ബുക്ക് ചെയ്തോ, ഞാൻ എന്താണെങ്കിലും ശ്യാമയുമായിട്ട് വരാം. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അഖിലും വർമ്മയും ഓഫീസിൽ നിന്ന് മടങ്ങി വരികയാണ്. അതേസമയം ഓഫീസിലെ വർക്കുകളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യുകയാണ് ശ്യാമ. തുടർന്ന് വർമ്മ ശ്യാമയോട് പുതിയ ആഡിനെ കുറിച്ചൊക്കെ പറയുകയാണ്. തുടർന്ന് അമൃത അങ്ങോട്ടേക്ക് വരുമ്പോൾ വർമ്മ പറയുകയാണ്, മോളെ അമൃതേ, ശ്യാമയെ പുതിയ ആഡിന്റെ കാര്യത്തിന് ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മോളും ഐശ്വര്യയും ശ്യാമയും ചേർന്ന് അതിന് രസകരമായ ഒരു വിഷയം തന്നെ ഉണ്ടാക്കണം. ശരിയെന്ന് അമൃത പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, മോളും കൂടി വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. അത് പിന്നെ എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അമൃത മുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വർമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്ത് ജോലിയാ ഉള്ളത്? എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അമൃത തന്റെ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് വർമ്മ പറയുകയാണ്, എന്താ വസു ഇത്? അത് പിന്നെ അച്ഛാ, ഏട്ടത്തേക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാകുമെന്ന് അഖിൽ പറയുമ്പോൾ അതിന് ഇങ്ങനെയാണോ മോനെ പറയേണ്ടതെന്ന് വർമ്മ ചോദിക്കുന്നു. ആനന്ദേട്ടൻ വന്നേ എന്ന് പറഞ്ഞ് വസുന്ധര വർമ്മയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ താനെന്തോ വർക്ക് ചെയ്യുകയായിരുന്നില്ലേ, താനത് ചെയ്തോ, ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അഖിലും മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വർമ്മയും വസുന്ധരയുമാണ്. വസു പറയുകയാണ്, അമൃതയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ വസു, ഈ വീട്ടിൽ എന്തോ പുകഞ്ഞു നാറുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രം ഒന്നും അറിയുന്നില്ല. ഞാൻ കൂടി നിൽക്കുമ്പോൾ അമൃത ഒന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നു. അതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അമൃത ഇങ്ങനെ പ്രതികരിക്കണമെങ്കിലേ എന്തോ കാര്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കത് ചോദിച്ചേ പറ്റൂ. ഞാനേ എല്ലാവരെയും വിളിക്കാൻ പോവുകയാ എന്ന് പറഞ്ഞ് വർമ്മ പോകാനൊരുങ്ങുമ്പോൾ വസുന്ധര പറയുകയാണ്, ആനന്ദേട്ടാ വേണ്ട, കല്യാണം കഴിയുന്നതുവരെ ഈ വീട്ടിലെ തർക്കങ്ങളും ചോദ്യങ്ങളും ഒന്നും വേണ്ട. പറ്റില്ല, എനിക്ക് ചോദിക്കണം. ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിനോടകം തന്നെ ഞാൻ കണ്ണടച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ നമ്മളുടെ രണ്ടുപേരുടെയും വീടാണ്. ഇവിടെ താമസിക്കുന്നത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും നമ്മുടെ രീതിക്കനുസരിച്ച് വേണം ജീവിക്കാൻ. നമ്മളെ ബഹുമാനിച്ച് തന്നെ പോകണം. അതിന് സമ്മതമില്ലാത്തവര് ഇവിടെ നിന്ന് മാറിപ്പോകട്ടെ. നടക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് എന്താണെങ്കിലും അറിയണമെന്ന് വർമ്മ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ആദിയെ വിളിച്ചു കൊണ്ടുവരാം. ആദിയോട് ചോദിക്കാം. ശരി, ചെല്ലെന്ന് വർമ്മ പറയുമ്പോൾ വസുന്ധര ആദിയെ വിളിക്കാനായി പോവുകയാണ്. തുടർന്ന് ആദിയെ വിളിച്ചുകൊണ്ട് വസുന്ധര അങ്ങോട്ടേക്ക് വരികയാണ്. ദേ ആനന്ദേട്ട, അവനോട് ചൂടാവുകയൊന്നും വേണ്ട. മയത്തിൽ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. എന്താ അമ്മയെന്ന് ആദി ചോദിക്കുമ്പോൾ വർമ്മ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഈ വീട്ടില് എന്തൊക്കെയാടാ നടക്കുന്നത്? ആനന്ദേട്ട, ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞ് വസുന്ധര ആദിയോട് ചോദിക്കുകയാണ്. മോനെ, അമൃതയ്ക്ക് എന്താ സംഭവിച്ചത്? അച്ഛനാകെ വിഷമത്തിലാണ്. എന്ത് സംഭവിക്കാൻ? ഒന്നുമില്ലെന്ന് ആദി പറയുമ്പോൾ വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, എന്താ ഒന്നുമില്ലെന്നോ? നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് എത്ര തവണ ചോദിച്ചു? എന്ത് പ്രശ്നമുണ്ടെങ്കിലും തുറന്നു പറയാനും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ ശരി, പക്ഷേ ഇപ്പോൾ അവള് നിന്നോടുള്ള ദേഷ്യം കൂടി ഞങ്ങളോടാ കാണിക്കുന്നത്. പറ, എന്താ സംഭവിച്ചത്? ഇത് കേൾക്കുന്ന ആദി ചോദിക്കുകയാണ്, അവള് അമ്മയോടും അച്ഛനോടും ദേഷ്യം കാണിച്ചോ? എങ്കിൽ ഞാൻ പോയി ചോദിക്കാമെന്ന് ആദി പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, കാര്യങ്ങൾ ചോദിച്ച് വഷളാക്കാനല്ല ഞങ്ങൾ നിന്നെ വിളിപ്പിച്ചത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നീ അങ്ങ് തുറന്നു പറ. അമൃതയെ പോലെ ഒരു പാവം പെൺകുട്ടി ഇത്രയും ദേഷ്യം കാണിക്കണമെങ്കിൽ അവളുടെ മനസ്സിന് അത്രയ്ക്കും മുറിവേറ്റിട്ടുണ്ട്. അമ്മേ, ഞങ്ങൾക്കിടയിൽ അത്ര വലിയ ഇഷ്യൂസ് ഒന്നുമില്ലെന്ന് ആദി പറയുമ്പോൾ വീണ്ടും നീ കള്ളം പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വർമ്മ ആദിക്ക് നേരെ തട്ടിക്കേറുകയാണ്.
ആദി, മുൻപൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എന്നെ സമാധാനിപ്പിക്കുന്ന ആളാ നിന്റെ അച്ഛൻ. ഇപ്പൊ നിന്റെ അച്ഛൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കണമെങ്കിൽ ആ മനസ്സ് ആകെ തകർന്നിരിക്കുകയാണ്. മോനെ, അമ്മയ്ക്കിനിയും ആശുപത്രി കയറാൻ വയ്യ. അന്ന് വയ്യാതെ വന്നപ്പോ രക്തം തരാൻ അശ്വതി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ഇന്നിനി അമ്മ വീണുപോയാൽ അതൊരു വീഴ്ച തന്നെയായിരിക്കും. പിന്നെ അമ്മയ്ക്ക് ആ കിടപ്പിൽ നിന്നും ഒരു മോചനം ഉണ്ടാകില്ല. അമ്മയും അച്ഛനും വിഷമിക്കണ്ട, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നോക്ക്, അകിയും ശ്യാമയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. അമ്മ വിഷമിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ തന്നെ വരും. അച്ഛ വിഷമിക്കണ്ട, സോറി. അത്രയും പറഞ്ഞ് ആദ്യം അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് വർമ്മ. ആനന്ദേട്ടാ വിഷമിക്കണ്ട, അവൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാമെന്ന്. പിന്നീട് കാണിക്കുന്നത് ആദിയെയും അമൃതയുമാണ്. വർമ്മയോട് ദേഷ്യപ്പെട്ടതിനെ കുറിച്ച് ആദി ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ്, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ഞാൻ നിങ്ങളോട് ആരോടും ഒന്നിനും വരുന്നില്ലല്ലോ, അപ്പോൾ ആരും എന്നോടും സംസാരിക്കാൻ വരണ്ട. അതേസമയം ജയന്തി അങ്ങോട്ടേക്ക് വരുമ്പോൾ ആദി പറയുകയാണ്, ജയന്തി എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ജയന്തിയെ ഞാനാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അമൃത ജയന്തി അവിടെ പിടിച്ചു നിർത്തുകയാണ്. തുടർന്ന് ജയന്തി പറയുകയാണ്, ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചിയെ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാ കാണുന്നത്, അതുകൊണ്ടാ പറയുന്നത്. ശ്യാമയെ ഈ കുടുംബം ഇല്ലാതാക്കും. ശ്യാമ എന്റെ നാത്തൂനൊക്കെ തന്നെയാ. അവളെ സോപ്പിട്ട് നിന്നാൽ എനിക്ക് ഗുണമുള്ളൂ. പക്ഷേ അങ്ങനെ കിട്ടുന്ന ഗുണമേ എനിക്ക് വേണ്ട ചേച്ചി. മുൻപ് അവള് വീട്ടിൽ വെച്ച് ഒരു കാര്യം പറയുമായിരുന്നു, ഏതെങ്കിലും പൂത്ത പണക്കാരനെ കെട്ടിയിട്ട് അവള് രക്ഷപ്പെടുമെന്ന്. എന്താണെങ്കിലും അവള് വിചാരിച്ച കാര്യം തന്നെ നടത്തിയെടുത്തു. പിന്നെ ഒരു കാര്യം, ഐശ്വര്യയും അമൃതേച്ചിയും അവള് നന്നായി തന്നെ ഒതുക്കും. അവളുടെ മുകളിലേക്ക് വാടാനേ അവൾ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ജയന്തി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അമൃത മനസ്സിൽ പറയുകയാണ്, ജയന്തി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അശ്വതിയും ശ്യാമയും കൂടി എന്നെ തകർക്കാൻ വേണ്ടി തന്നെയാ കൂട്ടുകൂടിയത്. യഥാർത്ഥത്തില് ആ ശ്യാമ ഒരു കള്ളിയാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവളുടെ വിവാഹം നടക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. പിന്നീട് കാണിക്കുന്നത് അപ്പച്ചിയെയും ഐശ്വര്യയുമാണ്. ഐശ്വര്യ അപ്പച്ചിയെ കൊണ്ട് മുറിയിൽ കയറ്റി കഥ കടച്ചിട്ട് ശ്യാമയുടെ താലി നശിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. മോളെ, അതൊന്നും വേണ്ട, അത് ദൈവികമായ കാര്യമല്ലേ എന്ന് അപ്പച്ചി പറയുമ്പോ അപ്പച്ചി ഇല്ലെങ്കിൽ വേണ്ട, എന്താണെങ്കിലും ഞാനത് ചെയ്യുമെന്ന് ഐശ്വര്യ പറയുന്നു. ശരി മോളെ, എന്താണെങ്കിലും ഞാനും വരാമെന്ന് പറഞ്ഞ് അപ്പച്ചിയും ഐശ്വര്യയും കൂടി പൂജാമുറിയിലേക്ക് പോവുകയാണ്. അപ്പച്ചി വേഗം ചെന്ന് ആ താലി എടുത്തുകൊണ്ട് വരാനായിട്ട് ഐശ്വര്യ പറയുന്നു. അങ്ങനെ അപ്പച്ചി പൂജാമുറിയുടെ മുന്നിൽ ചെന്ന് പേടിയോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.